അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ 4ാമത്തെ പാഠമാണ് പരിശോധിക്കുന്നത്. ഫി ഐഷത്തിൻ റാളിയ. സൂറത്തുൽ ഗാശിയ ഓതി ഉസ്താദ് പറഞ്ഞു, ചില ആളുകൾ അന്ന് ശോഭിതരാവും, അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാവും, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട്, പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട്, അണിയായി നിരന്നു നിൽക്കുന്ന തലയണികളുണ്ട്, വിരിച്ചു വെച്ച പർവ്വതാനികളുണ്ട്. ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന തോട്ടങ്ങൾ, ഹൂറുൽ ഈൻ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം. ഭയമില്ല, സമാധാനം മാത്രം. രോഗമില്ല, ആരോഗ്യം മാത്രം. മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആലയുടെ ലിഖാ, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും. പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനെ കാണും പോലെ തിരക്കില്ലാതെ കാണാം. കുട്ടികളിൽ സന്തോഷവും അത്ഭുതവും നിറഞ്ഞു. ഉസ്താദ് ചോദിച്ചു, സ്വർഗം വേണ്ടവർ ആരെല്ലാം? എല്ലാവരും കൈപൊക്കി. ഉസ്താദ് പറഞ്ഞു, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗമുണ്ട്. അല്ലാഹു തആല നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞു. വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും. നിങ്ങൾക്ക് ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് മറിക്കുക. വർക്ക് ബുക്ക് നോക്കാം. അദ്ദർസുർ റാബിഅ ഫി ഐഷത്തിൻ റാളിയ. നുബയ്യിനു, വ്യക്തമാക്കുക, സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാം. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം. ഭയമില്ല, സമാധാനം മാത്രം. രോഗമില്ല, ആരോഗ്യം മാത്രം. മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആലയുടെ ലിഖാ. ഇനി ഉത്തരമെഴുതുക. ആർക്കാണ് സ്വർഗം ലഭിക്കുക? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക്. ഇനി സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും? അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാവും, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. ഇനി സ്വർഗത്തിൽ എന്തെല്ലാം ലഭിക്കും? ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ. സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമേത്? അല്ലാഹു തആലയുടെ ലിഖാ. 5. സ്വർഗത്തിൽ എങ്ങനെയുള്ള വാഹനങ്ങളായിരിക്കും? പ്രൗഢിയുള്ള വാഹനങ്ങൾ. സ്വർഗീയ ഭവനങ്ങൾ എങ്ങനെയുള്ളതാണ്? ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ. ഇനി നക്തുബു, വായിക്കുക, എഴുതുക. വായിച്ചിട്ട് അതേപോലെ എഴുതുക. ഈഷത്തുൻ റാളിയ, സൂറത്തുൽ ഗാശിയ, ഹൂറുൻ ഈൻ, ലിഖാഉൻ, ജന്നാത്തുൽ ഫിർദൗസ്. നുംശിഉൽ ജുമൽ, ഒരു ജുംല ഉണ്ടാക്കുക. പ്രൗഢിയുള്ള വാഹനങ്ങൾ. ഹൃദ്യമായ ഭക്ഷണങ്ങൾ. നിരർത്ഥകമായൊരു വാക്കും അവർ കേൾക്കുകയില്ല. ശോഭിതം, ചില ആളുകൾ അന്ന് ശോഭിതരാവും. ഇനി നക്തഷിഫു മിനൻ നസ്വി മഅനൽ ആയാത്ത്, ആയത്തുകളുടെ അർത്ഥം നസ്വിൽ നിന്ന്, ഖുർആനിൽ നിന്ന് വ്യക്തമാക്കുക. വുജൂഹു യൗമഇദിൻ നാദിറ, ചില മുഖങ്ങൾ അന്ന് പ്രകാശിക്കും. വുജൂഹു യൗമഇദിൻ നായിമ ലിസഈഹാ റാളിയ ഫി ജന്നത്തിൻ ആലിയ, ചില ആളുകൾ അന്ന് ശോഭിതരാവും, അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാവും, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.